ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫർഹാൻ അക്തറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിൽ കുടുങ്ങുന്നു എന്നുള്ളതാണ്. നോക്കൂ സർ, താങ്കളുടെ ജീവിതം വളരെ സിമ്പിൾ ആണ്. ജോലിയിൽ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ താങ്കൾ പറഞ്ഞിരുന്നു. ആവശ്യമില്ലാത്ത കാര്യമൊന്നും കെയർ ചെയ്യില്ലെന്നും പറഞ്ഞു. പക്ഷേ 2-3 സംഭവങ്ങൾ നടന്നിരുന്നു. ബോബി ദിയോളിന്റെ ഒരു സിനിമയുണ്ട്, അനിമൽ. അതെ, അതിനെക്കുറിച്ച് താങ്കൾ കമന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ക്യാരക്ടർ പ്രോബ്ലമാറ്റിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഈ ടോക്സിക് മാസ്കുലിനിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ രാജ്യത്ത് അത് വലിയൊരു പ്രോബ്ലം ആണ്, ടോക്സിക് മാസ്കുലിനിറ്റി. കാരണം കുട്ടിക്കാലം മുതലേ ആളുകൾക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് അവരെയൊക്കെ പഠിപ്പിക്കുന്നത് നീ വളർന്നതിന് ശേഷം നീ അതായി മാറണം, ഇതായി മാറണം എന്നൊക്കെയാണ്. നോ എന്നൊരു ആ ഒരു വാക്കിനെ സ്ഥാനം ഉണ്ടാവരുത്, നമുക്ക് വേണ്ടതൊക്കെ നേടാൻ പറ്റണം എന്നൊക്കെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ ഒരു ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആൺകുട്ടി ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല, അതായത് ആൺകുട്ടികൾക്കുള്ളിൽ ഒരിക്കലും ഫീലിങ്സേ ഉണ്ടാവില്ല, അവൻ റോബോട്ട്സിനെ പോലെ പോകണം, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സോ ഒരുപക്ഷേ നിങ്ങൾ ആരാണെങ്കിലും അതുപോലൊരു ആൺകുട്ടിയെ, യാതൊരു എമ്പതിയും ഇല്ലാത്തൊരു ആൺകുട്ടിയെ, അതായത് ഒന്നിനെപ്പറ്റിയും കെയർ ചെയ്യാത്ത അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫിലിംസിലും ഇതൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അത് കണ്ടാണ് നമ്മൾ വളർന്നത്. സോ നമ്മൾ കണ്ടു വളർന്ന ഈ പടങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഹീറോയിനോട് തെറ്റായിട്ട് പെരുമാറിയാൽ, പിന്നെ തെറ്റായ ഉദ്ദേശങ്ങളോട് കൂടി പെൺകുട്ടിയെ നോക്കിയാൽ, പെൺകുട്ടികളോട് സംസാരിച്ചാൽ അവനൊരു വില്ലനായിട്ട് മാറും. അവൻ തെറ്റിയാണെങ്കിൽ അവനെ ഹീറോ തല്ലും, അല്ലെങ്കിൽ ഹീറോയിൻ അവനെ തല്ലും. സോ അപ്പം നമുക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പടം അവസാനിക്കുമ്പോൾ ഒരു തല്ല് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ്. ഇനി ഇപ്പോൾ ആ വില്ലനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങിയ, ഈ വില്ലനാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ആ വില്ലനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പടങ്ങളുടെ എഫക്റ്റ് സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല അതായത് സിനിമ എന്റർടൈൻമെന്റ് മാത്രമാണെന്ന്. സിനിമ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണണം, അത് കാരണം സൊസൈറ്റി ഒരു തരത്തിലും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊന്നും. ആ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അങ്ങനെയുള്ളവർ അത്തരം പടങ്ങൾ എടുക്കുന്നുണ്ട്. എന്റെ വിശ്വാസം എന്താണെന്നാൽ, നമ്മൾ ലക്ഷ്യയെപ്പറ്റി പോലും ഇപ്പോഴാണ് സംസാരിക്കുന്നത്. ഞാൻ അതിന്റെ എഫക്റ്റ് എന്താണെന്ന് ശരിക്കും കണ്ടതാണ്. ആ പടം കണ്ടിട്ട് ഒരു പയ്യൻ ചിന്തിക്കുകയാണ് എനിക്ക് ആർമിയിൽ ചേരണമെന്ന്. അപ്പോൾ അതൊരു നല്ല സ്വാധീനമാണ്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ചിന്തിച്ചുകൂടെ ഇത്തരത്തിലുള്ള പടങ്ങളൊന്നും എടുക്കാൻ പാടില്ലെന്ന്. അതായത് ഒരു മോശക്കാരനെ നല്ലവനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ളത്. അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് ആ പടത്തിൻ്റേത്. അപ്പോൾ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? പക്ഷെ താങ്കൾ ലക്ഷ്യന്റെ എഫക്റ്റ് ആണ് നോക്കുന്നത്, പക്ഷെ താങ്കൾ മിർസാപൂറിന്റെ എഫക്റ്റ് നോക്കുന്നേ ഇല്ല. അല്ല, അങ്ങനെയല്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മിർസാപൂറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലെ ഡയറക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അതായത് ശരിയേതാ തെറ്റേതാ എന്ന് അദ്ദേഹം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് മനുഷ്യനാണോ തെറ്റ് ചെയ്യുന്നത് അതിനെ അതിൽ തെറ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് വയലൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല, വൾഗറായിട്ടുള്ള ഡയലോഗ് ഉണ്ടെങ്കിലും എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഡയറക്ടർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് അദ്ദേഹം ഈ ഒരു സൃഷ്ടിയിലൂടെ എന്താണ് ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതാണ് ശരിക്കും പ്രധാനം. പക്ഷേ ഇതിൽ നടന്നത്, ഇത് ലോകത്ത് നടക്കുന്നതാണ് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ കാണിച്ചോ, പക്ഷേ പ്രശ്നമില്ല. FIR ഒക്കെ ഇട്ടിരുന്നു, അതിനുശേഷം താങ്കളുടെ മേൽ കേസ് ഇട്ടിരുന്നു മിർസാപൂർ സിനിമയ്ക്കെതിരെ. അതെ, കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ മിർസാപൂർ എന്ന പേര് മോശമാക്കുന്നു പറഞ്ഞു. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ മിർസാപൂരിലുള്ള വ്യക്തിയാണ്, ജനങ്ങൾ എവിടെ പോയാലും കാലിമയ്യാന്ന് എന്നെ വിളിക്കുന്നു. ഇതെനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിർസാപൂരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കോളുകളൊക്കെ വന്നു. മിർസാപൂർ വളരെ ഫേമസ് ആയി. ഇപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം, മിർസാപൂർ എവിടെയാണ് ഉള്ളതെന്ന്. പബ്ലിക്കിൽ ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഫൈനൽ റൗണ്ടാണ്. ഞങ്ങൾക്കുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങളെ എപ്പോഴും കൂളായിട്ട് കംഫർട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവിടെയും നിങ്ങൾ അതേ മൂഡിലാണ് കാണുന്നത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന പോലെ, ദേഷ്യപ്പെടുത്തുന്ന പോലെ എന്തെങ്കിലും? അതെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. താങ്കൾക്കപ്പോ ദേഷ്യം വന്നില്ലേ? നസറുദ്ദീൻ ഷാ പോലുള്ള ഒരു ആക്ടർ പറഞ്ഞിരുന്നു, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഫർഹാൻ അക്തർ, ഐ ഡോണ്ട് വാച്ച് ഹിസ് ഫിലിം. അല്ല, അതിനകത്ത് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ചെറുതായിട്ട് ഡിസപ്പോയിന്റഡ് ആയി. ഒരുപക്ഷെ അദ്ദേഹം എന്റെ സിനിമകൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ചിലപ്പോൾ സിംഗ് കണ്ടതിന് ശേഷം ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആക്ടിങ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? സാർ, ഇതിന്റെ മറുപടി അദ്ദേഹത്തിനാണ് പറയാൻ സാധിക്കുക. അതായത് അദ്ദേഹത്തെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സിന്ദഗി നാ മിലേഗി ദോബാരയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ എന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ അന്ന് എനിക്ക് അദ്ദേഹം ആരാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു ആക്ടറാണെന്ന് മാത്രമായിരുന്നു എനിക്ക് അറിയാവുന്നത്. എനിക്ക് ശരിക്കും ഒരു കാര്യം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം
അദ്ദേഹം വളരെ മികച്ചൊരു പെർഫോമറാണ്, അതിലൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ മികച്ചൊരു ആക്ടർ തന്നെയാണ്. ഒരുപക്ഷേ താങ്കൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ, അതായത് ഒരാളുടെ വർക്ക് ബെറ്റർ ആവാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവാനുള്ളൊരു ആഗ്രഹം, അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക്, അതായത് ഞാൻ ചെയ്യുന്ന രീതിയാണേ, ഞാൻ എൻ്റെ ഫോൺ എടുക്കും, എന്നിട്ട് ഞാൻ അവരെ വിളിക്കും. ഞാൻ ആരോടാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ. അപ്പോൾ പറയും, ബ്രദർ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വരണം, എനിക്ക് നിങ്ങളുടെ പടം കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒരുപക്ഷെ താങ്കൾ ആക്ടിങ്ങിൽ പാഷനേറ്റ് ആണെങ്കിൽ ദയവേത് ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ പ്രസിൻ്റെ മുന്നിൽ പോയി പറയുന്നത്, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്, അതായത് അദ്ദേഹം ചെയ്തത് തീരെ ശരിയല്ല എന്ന്. അതത്രയേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒപ്പീനിയൻ എന്നെപ്പറ്റി ഉണ്ടെന്ന് വെച്ച് എനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് മാറാൻ പറ്റില്ലല്ലോ. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ജീവിതത്തിൽ എന്തിനെങ്കിലും താങ്കൾ ഭയപ്പെടുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ഈ ഒരു കാര്യം, അതായത് അത് ഏത് കാര്യമാണെന്ന് വെച്ചാൽ, എൻ്റെ വളരെ അടുത്ത ആളുകൾ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, അവരുടെ ആരോഗ്യം നല്ലതായിരിക്കണം, അവർക്കൊന്നും പറ്റാൻ പാടില്ല, അവരെപ്പോഴും സേഫായിട്ടിരിക്കണം, അവർ ഹെൽത്തി ആയിരിക്കണം. ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതല്ലാതെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം കൂടി ഉണ്ടാവാറുണ്ട്. അത് ഞാനതിനെ ഭയക്കുന്നത് കൊണ്ടാണ് ഞാനതിനെ വെറുക്കുന്നതും. അത് കോക്രോച്ചാണ്. അത് കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കോക്രോച്ച് അതെ അതെ, നല്ല പേടിയാ. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് അത് എന്തിനാണ് നിലനിൽക്കുന്നത് എന്ന്. അത് ഉണ്ടാവും, അതിനും സർക്കിൾ ഓഫ് ലൈഫിലെ ഒരു സ്ഥാനം ഉണ്ടാവും. നാച്ചുറൽ അതിന് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവും. പക്ഷെ എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല അതിൻ്റെ റോൾ എന്താണെന്ന്. പിന്നെ അത് ഈ അകത്തുനിന്നൊക്കെ പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് നിൽക്കും, എന്നിട്ട് നമ്മുടെ മുന്നിൽ വെച്ചത് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും. അതെനിക്ക് എങ്ങനെയാ തോന്നുകയെന്ന് വെച്ചാൽ, എൻ്റെ പേടി എത്രയാണെന്ന് അത് ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാ തോന്നുക. അതിൻ്റെ പിന്നിലെ കാരണം എനിക്കറിയില്ല. പിന്നെ കോക്രോച്ചിനെ കണ്ടാൽ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നും, അതായത് ഞാൻ എന്തായാലും കുളിക്കണമെന്ന്. ആ ഒരു ഫീലിംഗ് തോന്നും. അതുമാത്രമാണ് ഞാനിപ്പോൾ പേടിക്കുന്നൊരു കാര്യം, വേറൊന്നും തന്നെ ഇല്ല. എന്റെ ചോദ്യം എന്താണെന്നാൽ, ഇതുവരെ നിങ്ങൾ എത്ര മ്യൂസിക് കൺസേർട്ടുകൾ ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഏതെങ്കിലും ഒരു ഫാൻ ക്രേസി ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഫാൻസോ? അതെ സർ. അതെ, വളരെ ക്രേസി ആയിട്ട് ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ചോദിച്ചതല്ല, അവർ സ്റ്റേജിന്റെ മുന്നിൽ വെച്ച് വളരെ ഒച്ചത്തിൽ അലറിയതാണ്. അത് ടീഷർട്ട് അഴിക്കൂ. സോ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിവിടെ ഫണ്ണ് പ്രസന്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, എൻ്റെ ശരീരം പ്രസന്റ് ചെയ്യാനല്ല എന്ന്.